നല്ല ചൂടൊക്കെ അല്ലേ, നമുക്കുണ്ടല്ലോ പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി സർബത്ത് ഉണ്ടാക്കിയെടുത്ത് വെച്ചാലോ. 2 പച്ചമാങ്ങ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് 2 ലിറ്ററോളം വെള്ളം കലക്കിയെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ചൂടത്തൊക്കെ നമുക്കിപ്പോൾ റംസാനിലൊക്കെയും നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വെക്കുവാണെങ്കിൽ 2 ആഴ്ചകളൊക്കെ ഫ്രിഡ്ജിലിരുന്നാലും കേട് വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കുന്നത് കാണിച്ചില്ല. അപ്പം ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പറയും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 പച്ചമാങ്ങ എടുത്തിട്ടുള്ളേ. 2 പച്ചമാങ്ങയും കൂടി 2 ലിറ്റർ വെള്ളമായിട്ട് എടുക്കണ്ടേ. അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് ഈ 2 പച്ചമാങ്ങ ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അരഞ്ഞു വരാവുന്ന രീതിയിലേ ഇതുപോലെ ഇച്ചിരി ചെനച്ചതൊക്കെ ആണെങ്കിലും എടുത്തോട്ടോ. ഇച്ചിരി ചെനച്ച് പോയി എന്ന് വെച്ചിട്ട് കളയൊന്നും വേണ്ട, പച്ച തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് ഒരെണ്ണം ഇച്ചിരി ചെനച്ചതായിരുന്നു, പറഞ്ഞാൽ നല്ല പച്ചയായിരുന്നേ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി നമ്മൾ ശരിക്കും ഈ സംഭാരമൊക്കെ കഴിക്കത്തില്ലേ, അതേ ഫ്ലേവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ട് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുക്കണേ. പിന്നെ വലിയ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ, കാരണം വലിയ മിക്സിയുടെ ജാറിൽ ഇട്ട് അരയ്ക്കുന്നതിലും നല്ലത് ചെറിയ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് അരയ്ക്കുന്നതായിരിക്കും. നമ്മൾ ഈ തേങ്ങയ്ക്കൊക്കെ അരയ്ക്കുന്ന മിക്സിയുടെ ജാറിൽ അതിലേക്ക് കേട്ടോ. ഇനി ചെറിയൊരു എരിവിന് നമുക്കൊരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകും ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു എരിവുള്ള മുളക് ഇട്ടാൽ മതിയേ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ വന്നു കഴിഞ്ഞപ്പം കറക്റ്റ് സംഭാരത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി ഒരു തണുപ്പിന് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് വെള്ളം, നമുക്ക് ഫസ്റ്റിൽ തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നാലാണ് ശരിക്കും ഇങ്ങോട്ട് അരഞ്ഞ് കിട്ടത്തുള്ളൂ. ഈ വലിയ നമ്മൾ ജ്യൂസ് അടിക്കുന്ന മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ നല്ല ക്ലിയറായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. നല്ല മിക്സിയുടെ ജാറാണെങ്കിൽ പോലും ശരിക്കും ക്ലിയറായിട്ട് അരഞ്ഞ് കിട്ടണമെന്നില്ല. അപ്പം ഇതുപോലെ ഈ ഒരു മിക്സിയുടെ ജാറിലുണ്ടെങ്കിൽ തേങ്ങ അരക്കുന്ന മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തോട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞില്ല 2 ലിറ്ററോളം നമുക്ക് വെള്ളം ചേർക്കാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ലിറ്ററോളം വെള്ളം ഇങ്ങനെ നമ്മൾ അരച്ചെടുത്ത് ഒഴിച്ചേക്കണതിൻ്റെ ആ മുകളിലേക്ക് ഇതുപോലെ തന്നെ കുറേശ്ശെ എടുത്തിട്ട് ഈ അരിഞ്ഞു വന്നേക്കണ ഈ ഐറ്റമാണ് പൊടി പോലത്തെ ഇത് ഈ കണ്ടില്ല മുകളിൽ കിടക്കണ അരിപ്പയുടെ ഉള്ളിൽ അത് ഇങ്ങനെ നമ്മൾ അരിക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോൾ തൊണ്ടയിൽ ഇങ്ങനെ തടയും പൊടി. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചുമ കുത്തും, നമ്മളാണെങ്കിലും ശരി തന്നെ. അപ്പം ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ 2 ലിറ്ററോളം വെള്ളം മൊത്തം ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഐസ് ക്യൂബ്സ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയല്ല, ഞാൻ ഉപ്പാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പ്രഷറുള്ള ആളുകൾ ഈ പണിക്ക് നിൽക്കരുത് കേട്ടോ, കാരണം എല്ലാവർക്കൊന്നും പ്രഷർ ഉണ്ടാവണമെന്നില്ലല്ലോ, നമുക്കൊന്നും പ്രഷർ ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഉപ്പും കൂടി വാരിയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടല്ലോ ചെറിയ കുപ്പിയിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് വെച്ചോ. അതല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ ഒക്കെ വെച്ചുള്ള കുപ്പികളുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആ ഫ്രിഡ്ജിൽ ഡോർ സൈഡിലേക്കോ എവിടെയൊക്കെ ആണെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ദാഹമൊക്കെ വരുമ്പം വേണമെങ്കിൽ അത് ഒന്ന് ചെറിയ രീതിയിലും തണുപ്പൊക്കെ ആറിയിട്ട് എടുത്ത് കുടിക്കട്ടെ. അങ്ങനെ തന്നെ എടുത്ത് അങ്ങോട്ട് കുടിച്ചേക്കല്ലേ, ഇപ്പം നല്ല ചൂടൊക്കെ അല്ലേ, പെട്ടെന്ന് നിർക്കട്ട് കയറും. അപ്പം പെട്ടെന്ന് വിരുന്നാരൊക്കെ വരുമ്പോൾ നമുക്ക് എടുത്ത് കുടിക്കാൻ നല്ല. പിന്നെ അത് മാത്രമല്ല നോമ്പൊക്കെ അല്ലേ, നമുക്ക് നോമ്പിലൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുവാണെങ്കിൽ എളുപ്പമാട്ടോ. നമുക്ക് എടുത്ത് നാരങ്ങ കലക്കി ജ്യൂസൊക്കെ അടിച്ചടിച്ച് കുടിക്കേണ്ട ആ ഒരു ടൈം വേണ്ട, എളുപ്പമല്ല. ഇങ്ങനെ ഒരേ ഗ്ലാസ് വീതം എടുത്ത് കുടിക്കാൻ പറഞ്ഞില്ലേ. 2 പച്ചമാങ്ങ അടിക്കുക. ഇനിയിപ്പോൾ 2-3 പച്ചമാങ്ങ എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ വെള്ളം കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് 1-2 ആഴ്ചയൊക്കെ ഫ്രിഡ്ജിലിരുന്നാലും കേടൊന്നും വരത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ 2 ആഴ്ചയൊക്കെ എടുക്കാമെന്ന് വെച്ചുകൊണ്ടിരിക്കുമെന്ന് വേണ്ട. നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കാലിയായിക്കോളും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യുക.